നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ മൗനം ഇന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കർഷകരുടെ ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വ്യക്തത നൽകാൻ കഴിയാതെ പോകുന്ന BJP ഭരണകൂടത്തിന്റെ നിലപാട് സംശയങ്ങൾ ശക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾ എല്ലായ്പ്പോഴത്തെയും പോലെ ഇപ്രാവശ്യം വെറും രാഷ്ട്രീയ ആരോപണങ്ങളല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ സുതാര്യതയെയും സ്വതന്ത്രമായ തീരുമാനശേഷിയെയും കുറിച്ചുള്ള നിർണായക അടിസ്ഥാന ചോദ്യങ്ങളാണ്. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ നരേന്ദ്രമോദി സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യ US വ്യാപാര കരാറിൽ വ്യക്തത വരുത്താത്ത കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ് പ്രതിപക്ഷം. US-ന്റെ സമ്മർദ്ദത്തിനു കീഴടങ്ങിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര കരാർ അന്തിമമാക്കിയതെന്നും അതിലൂടെ ഇന്ത്യൻ കർഷകരുടെ കഠിനാധ്വാനം വിറ്റഴിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമമായ X-ൽ ആരോപിച്ചു. നരവനെ, എപ്സ്റ്റീൻ ഫയലുകൾ, തീരുവ എന്നിവയിൽ പാർലമെന്റിൽ താൻ സംസാരിക്കുന്നതിനെ മോദി ഭയക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. വ്യാപാര കരാറുകളിൽ ഇന്ത്യയും US-ഉം വർഷങ്ങളായി പങ്കുവയ്ക്കുന്ന മൂല്യങ്ങളുണ്ടെന്നും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ആണവ കരാർ പരസ്പര പുരോഗതിക്കുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്ക് മികച്ച ഉദാഹരണമാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പറഞ്ഞു. സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ US-ന് ഇളവ് അനുവദിച്ചിട്ടുണ്ടോ? ഇറക്കുമതി തീരുവ പൂർണ്ണമായി ഇളവ് ചെയ്തോ? നമ്മുടെ കർഷകർ സുരക്ഷിതരാണോ? നമ്മുടെ കാർഷിക വിപണി US-നായി ഭാഗികമായി തുറന്നിട്ടുണ്ടോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ? ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് റഷ്യയെ അറിയിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഖർഗെ ഉന്നം നോക്കി മോദിക്കും BJP-ക്കും നേരെ തൊടുത്തു വിട്ടിട്ടും ഉത്തരം മുട്ടി നിൽക്കുന്നതല്ലാതെ വ്യക്തമായി പുതിയ കരാറിനെ പറ്റി ഒന്നും പറയാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതേ സംശയം കോൺഗ്രസിന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഉണ്ട് എന്നത് മറ്റൊരു വശം. ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിച്ചോ? മോദി റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്താൻ സമ്മതിച്ചു എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ എണ്ണ വാങ്ങൽ വിപണി സാഹചര്യങ്ങളെ ആശ്രയിച്ചാണെന്ന് ഇന്ത്യ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ 2025 അവസാനം മുതൽ ഇന്ത്യ റഷ്യൻ എണ്ണ കുറയ്ക്കുകയാണ്. 2026 ജനുവരിയിൽ റിലയൻസ് എണ്ണ വാങ്ങൽ നിർത്തി. ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞു. ഔദ്യോഗികമായി സമ്മതിച്ചില്ല എങ്കിലും റഷ്യൻ എണ്ണ കുറയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ദീർഘകാലമായി പ്രതിരോധ രംഗത്തടക്കം സുഹൃത്തായ റഷ്യയെ ഇന്ത്യ കൈവിടുകയാണോ എന്ന ആശങ്ക ഇതോടെ ഉയരുകയാണ്. US സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങുകയാണ്. നേരത്തെ US ഭീഷണിയുടെ പേരിൽ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നു. ഇപ്പോൾ ഇറാനുമായുള്ള വ്യാപാരം കുറയ്ക്കുന്നു. US ഉപരോധ ഭീഷണിയിൽ വഴങ്ങി ചബഹാർ തുറമുഖ പദ്ധതിക്ക് ബജറ്റിൽ പണം അനുവദിച്ചിട്ടില്ല. ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ ബാധിക്കുന്നോ എന്ന ആശങ്കയും ഇതോടെ ശക്തമാവുകയാണ്. $50,000 കോടി മൂല്യമുള്ള US സാധനങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോഴത്തെ വ്യാപാരം $13,100 കോടിയുടേതാണ്. ഇന്ത്യയുടെ നിക്ഷേപം $4,000 കോടി. ഇന്ത്യയുടെ വൻ വിപണിയിലേക്ക് അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലായി കയറ്റി അയക്കുന്നതോടെ ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലേക്ക് വൻ പണമൊഴുക്കുണ്ടാകുമെന്നാണ് US പറയുന്നത്. കാർഷിക സെക്രട്ടറിയുടെ പ്രസ്താവനയും ഇതുപോലെയാണ്. ഇതിലാണ് പ്രതിപക്ഷവും രാജ്യത്തെ കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയും ആശങ്കയുന്നയിക്കുന്നത്. BJP ഭരണകൂടത്തിന് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഈ വ്യാപാര കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ അസംസ്കൃതവും ഏകപക്ഷീയവുമാണെന്ന സംശയമാണ്. ദേശഹിതം എന്ന വാക്ക് ആവർത്തിച്ചുപയോഗിക്കുന്ന സർക്കാർ ആ ഹിതം ആരുടേതാണെന്ന് വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യൻ കർഷകർക്ക് എന്ത് നേട്ടമാണ് ഈ കരാറിലൂടെ ലഭിക്കുക, എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നതിൽ ഇനിയും വ്യക്തതയില്ല. കൂടാതെ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങിയാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന ആരോപണം ഇതോടെ ശക്തവുമാണ്. അങ്ങനെയെങ്കിൽ അത് മോദി സർക്കാരിന്റെ ശക്തമായ നേതൃത്വം എന്ന അവകാശവാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. സുതാര്യതയും ജനാധിപത്യ ഉത്തരവാദിത്വവും നഷ്ടപ്പെടുമ്പോൾ ശക്തനായ നേതാവെന്ന മോദിയുടെ പ്രതിച്ഛായ വാക്കുകൾ മാത്രമായി ചുരുങ്ങുന്നു എന്നാണ് ഇന്ന് മുഴുവൻ ഇന്ത്യക്കാരും ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ മൗനം പാലിക്കുന്നത് ശക്തിയല്ല, ദൗർബല്യത്തിന്റെ തെളിവാണ്.